السلام عليكم ورحمة الله وبركاته. Respected leaders, gentlemen, in the connection of Jamia Markaz anniversary, now Edu Symposium program scheduled here. A lot of leaders and great personalities are attending this function. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നാം ഉള്ളത്. ഇനാഗുറേറ്റ് ചെയ്ത ഡോക്ടർ ജി ഗോപകുമാർ, ഫോമർ വൈസ് ചാൻസലർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, and beloved leaders, a representative of Dr. Abdullah Kunyi, Yenappa University, Dr. Abdul Salam, CEO, Knowledge City, Professor A.K. Abdul Hamid, Secretary All India Sunni Education Board, Dr. Muhammad Abdul Hakim Azhari, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പരിവർത്തനത്തിൻ്റെ വഴികളിലേക്ക് ലോകം കുതിച്ച് മുന്നേറുന്ന ഒരു സന്ദർഭമാണ്. മാറുകയില്ല എന്ന് തീരുമാനിച്ച പലതും മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ മാറാത്ത ഒന്നു മാത്രമേ ഉള്ളൂ, മാറ്റം എന്നത്. ബാക്കി എല്ലാറ്റിലും മാറ്റങ്ങൾ വന്നു. എന്നാൽ നമ്മുടെ രാജ്യം ഏറെ പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസം, ഹ്യൂമൻ റിസോഴ്സ്, കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെയാണ് നാമകരണം ചെയ്തിട്ടുള്ളത്, ഹ്യൂമൻ റിസോഴ്സ്. ലോകത്തെ ഏറ്റവും വില കൂടിയ വസ്തു മനുഷ്യൻ എന്ന വിഭവമാണ്. ആ വിഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ലോകമെങ്ങും പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റൊരു ഭാഗത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ മറ്റൊരു ഭാഗമാണത്. മനുഷ്യൻ്റെ ഭൂമിയിലെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ലോകം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ഈ ഭൂമിയിൽ ധാരാളം ജീവികൾ ഉണ്ടെങ്കിലും ആ ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു പവറാണ് മനുഷ്യൻ ഉള്ളത്. എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്തുകയും ആ വസ്തുക്കളുടെ ഉപയോഗം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ദുർബല വിഭാഗത്തിന് പ്രബല വിഭാഗത്തിൽ ഉള്ള ആളുകളുമായി അവരെ ബന്ധപ്പെടുത്തി
സമത്വവും നീതിയും സ്നേഹവും ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യക്ഷമമായി മാറുക. റോങ് മെറ്റീരിയൽ ആയ ഒരു മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. ശിലായുഗത്തിലും പ്രാചീന ശിലായുഗത്തിലും ഉണ്ടായിരുന്ന മനുഷ്യൻ അവൻ്റെ കയ്യൂക്ക് കൊണ്ട് ആളുകളെ പീഡിപ്പിക്കുകയും നീതി നിഷേധിക്കുകയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് വിദ്യാഭ്യാസം എന്ന ഉദാത്തമായ ഒരു നിലപാടിലൂടെ ജീവിതത്തിൻ്റെ പരിശീലനത്തിനുള്ള വഴികൾ ലോകത്ത് തുറന്നു കിട്ടിയത്. അതിൽ പ്രവാചകന്മാർക്ക് വലിയ പങ്കുണ്ട്. സന്യാസിമാർക്കും അതുപോലെ ആരെല്ലാമാണോ ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതമായ ജീവിതം നയിച്ചത് അത്തരം വ്യക്തികളുടെ ശ്രമകരമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇവിടെ നീതിയും സമാധാനവും നിലനിൽക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ ഒരു കാലത്ത് തക്ഷശിലയും നളന്തയും ലോകമെങ്ങുമുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ഈ ഇന്ത്യ രാജ്യം പരിലസിക്കുകയുണ്ടായി. അന്ന് ലോകം മുഴുവനും ഇന്ത്യയിലേക്ക് വന്നു പഠിക്കാൻ വേണ്ടി. ഇന്ത്യയിലുള്ള ജനങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്താൻ കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മറ്റ് നാടുകളിലുള്ള വിദ്യാഭ്യാസ രീതികളെ ഇഷ്ടപ്പെടുകയും ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് അവർ തീർത്ഥയാത്ര നടത്തുകയും ചെയ്തു. ഏറ്റവും വലിയ തീർത്ഥാടനം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ. പ്രാർത്ഥന മാത്രം അല്ല, പ്രാർത്ഥനയോടൊപ്പം മഹാത്മജി പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പരിശീലനമാണ്. ഹൗ ടു ലിവ്, എങ്ങനെ ജീവിക്കണം, ഇതിൻ്റെ പരിശീലനത്തിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കുറേ തടിച്ച പുസ്തകങ്ങൾ വായിക്കുകയോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. മറ്റുള്ളവരെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, പാവപ്പെട്ട ആളുകളെ എങ്ങനെയാണ് പണക്കാർ നോക്കിക്കാണേണ്ടത്, വിവരമുള്ളവർ എങ്ങനെയാണ് സാധാരണക്കാരുമായി സംവദിക്കേണ്ടത്, വൻകിട വികസിത രാഷ്ട്രങ്ങൾ വികസ്വര രാഷ്ട്രങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, ഇത് സംബന്ധമായ അറിവുകളും പരിശീലനങ്ങളും ലഭിക്കുമ്പോൾ മാത്രമേ ലോകത്തിന് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ വായിക്കേണ്ടത് ജനങ്ങളെയാണ്. വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരു വാക്യം നമുക്ക് കാണാം. ഖുർആനിലെ ആ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇഖ്റ, താങ്കൾ വായിക്കുക. വായിക്കുക, അന്ന് പുസ്തകങ്ങൾ ഇല്ലല്ലോ. പുസ്തകങ്ങളില്ലാതെ എങ്ങനെയാണ് വായിക്കുക? അപ്പൊ ഇഖ്റ, താങ്കൾ വായിക്കുക. ടു റീഡ്, ടു ലേൺ, ടു സ്റ്റഡി. നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിയുള്ള വായന, മനുഷ്യനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഉണ്ടാകേണ്ടത്. ആധുനിക യൂണിവേഴ്സിറ്റികൾ, 1300-ലധികം സർവകലാശാലകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാൾ അഭിമാനിക്കാൻ വകയുണ്ട്. 16 ലക്ഷത്തിലധികം സ്കൂളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്
ഗോപകുമാറിന്റെ ഉദ്ധരണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പഠനാർഹമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കുറച്ചുകൂടി നീളണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഈ ഒരു അച്ചടക്കവും ഇപ്പോഴുള്ള ഈ ഒരു സമാധാനത്തിൻ്റെ സാഹചര്യം വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടായതാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ രൂപപ്പെടുക എപ്പോഴും ആക്രമണങ്ങളായിരിക്കും. ലോകത്തിൻ്റെ പല നാടുകളിലും നാം കാണുന്നത് അടിച്ചമർത്തലുകളുടെ വർത്തമാനങ്ങളാണ്. അത്തരം നാടുകളെ അപേക്ഷിച്ച് ഇന്ത്യ എത്രയോ മുന്നിലാണ്. ചിലപ്പോൾ ചില ദൗർബല്യങ്ങൾ ഇവിടെ ഉണ്ട്, അതെല്ലാ നാടുകളിലുമുണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് ഭരണാധികാരികൾ മാത്രമല്ല, എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ ഒരു നാട് നന്നാവുകയുള്ളൂ. ജീവിതം എങ്ങനെ എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് വിദ്യാഭ്യാസമായി മാറുന്നത്. രണ്ടാമത്, വിദ്യാഭ്യാസം രൂപപ്പെടുന്നത് ചോദിച്ചു പഠിക്കുന്നതിലൂടെയാണ്. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചോദിക്കണം. ചോദ്യങ്ങളിൽ നിന്ന് മനുഷ്യന് വളരാൻ കഴിയുന്നു. ചോദിക്കാതെ മനുഷ്യൻ മാറി നിൽക്കുമ്പോൾ അവൻ അജ്ഞനായി മാറുന്നു. യുറീക്ക എന്ന ഒരു മാസിക നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. യുറീക്ക, ആ വാക്കിൻ്റെ അത് ഗ്രീക്ക് പദമാണ്. കണ്ടുപിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടുപിടുത്തങ്ങൾ വരുന്നത്, നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തങ്ങൾ വരുന്നത് ആവശ്യകതയിലൂടെയാണ്. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചത് ഒരു ഹോബിയായിട്ട് കണ്ടുപിടിച്ചതല്ല. വാർത്തയുടെ വിതരണത്തിനു എന്തു മാർഗം എന്ന അന്വേഷണത്തിലൂടെയാണ് റേഡിയോ ഉണ്ടായത്. അതുപോലെ ഏതൊരു ഉപകരണവും കണ്ടുപിടിക്കപ്പെടുന്നത് മനുഷ്യന്റെ അന്വേഷണ തൃഷ്ണയുടെ ഫലമായിട്ടാണ്. അങ്ങനെ അന്വേഷണങ്ങളും ചോദ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുമ്പോഴേ വിദ്യാഭ്യാസം വളരൂ. ഈ മർക്കസ് എന്ന സ്ഥാപനം ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഉള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള മാനേജ്മെന്റ് സയൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മർക്കസിന്റെ തൊട്ടടുത്താണ്. അവിടെയും ഇവിടെയും പഠിപ്പിക്കുന്നത് ഒന്നാണ്, ഒരേ മൂല്യമാണ്. അവിടെയെല്ലാം കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾ ചോദിക്കുകയാണ്. എല്ലാറ്റിനെയും പറ്റി അവർ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണങ്ങളിലൂടെ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുകയാണ്. എല്ലാം ഉപയോഗപ്പെടുത്തണം. വേസ്റ്റുകൾ പോലും അത് എന്തിനു പറ്റും എന്നതിനെ പറ്റിയുള്ള അന്വേഷണം നടക്കുമ്പോഴാണ് വേസ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക. ഒന്നും മ്ലേച്ഛമായിട്ട് കാണരുത്. അവസാനത്തെ നബി, ലോകത്തിൻ്റെ പ്രവാചകൻ, മറ്റെല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ചു കൊണ്ടുവന്ന ഒരു നബി ആയതുകൊണ്ട് അവസാനത്തെ നബിയെ അംഗീകരിച്ചാൽ എല്ലാ നബിമാരെയും അംഗീകരിച്ച ആ ഒരു മഹത്വം നമുക്ക് ലഭിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നീ ഭൂമിയിലുള്ള യാതൊന്നിനെയും പുച്ഛിച്ചു കൊണ്ട് കാണരുത്. അതിലെല്ലാം നന്മകളും ഗുണങ്ങളും ഉണ്ട്. ഏറ്റവും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, വജഅൽനാ ബഅലക്കും ലിബഅലിൻ ഫിത്ന, നിങ്ങളിൽ ചില ആളുകളെ മറ്റു ചില ആളുകൾക്ക് പരീക്ഷണമായിട്ടാണ് നാം വെച്ചിട്ടുള്ളത്. അത്തരം പാവങ്ങളായ ആളുകളെ പണക്കാരായ ആളുകൾ സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും കുറിച്ചുള്ള പഠനങ്ങളുടെ പേരിലാണ് അത് വരുന്നത്. അങ്ങനെ പഠനങ്ങൾക്കുള്ള ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഈ മർക്കസ് എന്ന സ്ഥാപനം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനും അവിടെ ലാബറട്ടറികൾ ഉണ്ടാകും. അവിടെ മനുഷ്യരിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള വേദികൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 7 സ്ഥലങ്ങളിൽ, ഖുർആനിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ 7 സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്
യസ്അലൂനക എന്ന് പറയുന്ന പദം, ആ വാക്കിന്റെ അർത്ഥം, ഓ മുഹമ്മദ് നബിയെ, താങ്കളോട് അറേബ്യയിലുള്ള ആളുകൾ ചോദിക്കും. ചോദിക്കാൻ വരുമ്പോൾ അമ്മ സായില ഫലാ തൻഹർ, ചോദിക്കാൻ വരുന്നവനോട് പോകൂ എന്ന് പറയരുത്. മറിച്ച് എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും വേണം. അങ്ങനെ 7 ചോദ്യങ്ങൾ ഒന്നിച്ച് കാണുകയാണ്. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം, ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ആ ഒരു കാലത്ത് ചോദിക്കുവാൻ വരുന്നവനെ അവനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അവർ ചോദിച്ചു, യസ്അലൂനക അനിൽ അഹില്ല, ക്രസന്റ് അല്ലെങ്കിൽ ചന്ദ്രക്കല, ആ ചന്ദ്രക്കലയെ പറ്റി ആളുകൾ താങ്കളോട് ചോദിക്കും, താങ്കൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. ഖുർആൻ ചന്ദ്രനെയും സൂര്യനെയും കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രനും സൂര്യനുമൊക്കെ നമ്മൾ അതിലൊന്നും തലയിടേണ്ടതില്ല. നമ്മൾ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി എന്നല്ല, മറിച്ച് സൂര്യൻ എന്താണ് ചെയ്യുന്നത്, ചന്ദ്രന്റെ ധർമ്മം എന്താണ്, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ഖുർആൻ സൂറത്തു യാസീനിൽ പറയുന്നു. യാസീൻ എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണ്. വളരെ മഹത്വമുള്ള ആ സൂറത്തിൽ പ്രകൃതിയിലെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും, വായത്തുല്ലഹും അന്ന ഹമൽനാ ദുർരിയത്തഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, കപ്പലിനെ കുറിച്ചുള്ള ചർച്ച കാണാം. ഒട്ടകങ്ങളെ പറ്റിയും കുതിരകളെ പറ്റിയുമുള്ള ചർച്ചകൾ കാണാം. അവയെ പറ്റിയുള്ള എല്ലാ പഠനങ്ങളും ചേരുമ്പോഴാണ് ഇവിടെ സയൻസായി മാറുന്നത്. 100-ലധികം സയൻസുകൾ ഇന്ന് നാം പൊതുരംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ തന്നെ കാണുന്നുണ്ട്. ഫിസിക്സും ബോട്ടണിയും സുവോളജിയും ബയോളജിയും അങ്ങനെ തുടങ്ങിയുള്ള ആസ്ട്രോണമിയും എല്ലാ സയൻസുകളും, ആ സയൻസുകൾക്ക് പ്രേരണ നൽകിയത് വേദഗ്രന്ഥങ്ങളാണ്. ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിലെ വിശ്വാസികളെ മാത്രം പരിഗണിച്ചു വന്നതല്ല. ആ ഗ്രന്ഥങ്ങളിൽ മൂല്യങ്ങൾ കാണാൻ കഴിയും. ആ മൂല്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യനെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആ ഒരു പ്രേരണ കൊണ്ടാണ് ഈ സർവകലാശാലകളിൽ ഈ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത്. അത് ഭൗതിക സർവകലാശാലകളിൽ മാത്രം ആളുകൾ പഠിക്കാൻ വരുന്നു എന്നല്ല, മതത്തിന്റെ മൂല്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സർവകലാശാലകളിലുള്ള കുട്ടികൾ ഭൗതിക വിഷയങ്ങൾ മുഴുവനും അവർ പഠിക്കുന്നുണ്ട്. നമ്മളെ ഈ ശരീഅത്ത് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ സയൻസും അവർ പഠിക്കുകയാണ്. ആ സയൻസിനോടൊപ്പം ഏറെ പ്രാധാന്യം നൽകുന്നത് മൊറാലിറ്റിക്കാണ്. ഒരു ഓറഞ്ച് നിങ്ങളൊരു സയന്റിസ്റ്റിന്റെ കയ്യിൽ കൊടുത്താൽ, ഒരു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു ഓറഞ്ച് നൽകിയാൽ, ആ ഓറഞ്ച് അത് തൊലിച്ചതിന് ശേഷം, അതിൻ്റെ തോല് പൊളിച്ചതിന് ശേഷം അത് അവൻ ഒരു ഭൗതിക സർവകലാശാലയിലെ കുട്ടി ആ ഓറഞ്ചിന്റെ ഓരോ ചുളയിലും അമ്ലം എത്ര ശതമാനമുണ്ട്, ഷുഗർ എത്ര ശതമാനമുണ്ട് എന്ന് അവൻ ലാബറട്ടറിയിൽ കൊണ്ടുപോയി പഠിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് ദാഹിച്ചു നിൽക്കുന്ന ഒരു പാവപ്പെട്ടവന് അതിൽ നിന്നൊരു ചുള എടുത്തു കൊടുക്കണം എന്ന ചിന്ത അവന്റെ മനസ്സിൽ വരണമെങ്കിൽ സയൻസിന്റെ കൂടെ മൊറാലിറ്റി കൂടി പഠിപ്പിക്കണം. മൊറാലിറ്റി ഉണ്ടെങ്കിലേ ആ 10 ചുളയിൽ നിന്ന് ഒരു ചുള പാവപ്പെട്ടവന് നൽകുക, ബാക്കി 9 നടത്തിയാൽ മതിയല്ല ഗവേഷണം. ഈ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ ആൽഫ്രഡ് എന്ന ശാസ്ത്രജ്ഞനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹമാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആ ശാസ്ത്രജ്ഞൻ, ഡൈനാമിറ്റ് കൊണ്ട് പല ഉപകാരമുണ്ട്. ചേരി പ്രദേശങ്ങൾ മുഴുവനും നിരത്തി അവിടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുകയും പാവങ്ങളെ തല്ലി ചതക്കുകയും ചെയ്യുന്ന അതിന് മുഴുവനും നിമിത്തമാണ് യഥാർത്ഥത്തിൽ ഡൈനാമിറ്റ്. പക്ഷെ ആ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ച അതിനു വേണ്ടി മാത്രമല്ല, അത് ചിലപ്പോൾ ആവശ്യമാണ്. സംഹാരങ്ങൾ ആവശ്യമുള്ള സൽസംഹാരങ്ങൾ വേണ്ടി വരും, പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും. എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യനെയും അവന്റെ രോമത്തെ പോലും വേദനിപ്പിക്കരുത് എന്ന ഒരു മൂല്യം, വാല്യൂ, ആ വാല്യൂ മനുഷ്യന് ലഭിക്കണമെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം വേണം. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്.
പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഇത്തരം സന്ദേശങ്ങൾ ഈ സിംബോസിയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഇവിടെ വിട. അസ്സലാമു അലൈക്കും.